ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോഫി ടെക് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വിചാരിച്ചാൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു സിനിമാറ്റിക് എഫക്റ്റിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ ആ ലൊക്കേഷനിലാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് സമയം ഇപ്പോൾ ലൊക്കേഷനിൽ എത്തിക്കാനും ഞാനും ഇപ്പോൾ ആയിഷക്കുട്ടി വന്നിട്ടാണ് ഉള്ളത്. നമ്മൾ ഈ ലൊക്കേഷനിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ചില ടിപ്സുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കാനും പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പലരും മൊബൈൽ ഉപയോഗിച്ച് ഇങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാറുള്ളത്. ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം, ഈ ഇപ്പോൾ വീഡിയോയുടെ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാവുന്നതാണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണാവുന്നതാണ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ എപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന വ്യൂസ് നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു രൂപത്തിൽ നമുക്ക് വീഡിയോ നല്ല ഒരു സിനിമാറ്റിക് എഫക്റ്റ് ആയിട്ട് നമുക്ക് ടിപ്സ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വീഡിയോ കാണാം. ആ വീഡിയോ എങ്ങനെ നമുക്ക് എന്നിട്ട് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം നമ്മുടെ മൊബൈലിൽ നിന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം. നമുക്ക് നോർമലായിട്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഈ പൂവായിട്ട് നമുക്ക് ഫ്ലവർ ഇതായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഫ്ലവറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു രണ്ട് പൊസിഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഏതാണ് വേണ്ടത്, നമ്മളിപ്പോൾ ഫ്രണ്ടിലാണ് ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് ഭാഗം ഒന്ന് ബ്ലറായിട്ടും ബാക്ക്ഗ്രൗണ്ട് നല്ല വ്യൂസ് ആയിട്ടും കിട്ടും. നമ്മളെ അതൊരു ഏതൊരു മൊബൈലിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓട്ടോ ഫോക്കസിലായിരിക്കും അത് നമുക്ക് കാണിച്ചു തരാൻ. നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് ബെറലായിട്ട് വേണ്ടത്. നമ്മൾ ആ ഒരു പൊസിഷൻ നമ്മൾ ഏതാണോ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബെറലായിട്ട് കാണാവുന്ന. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ ഒരു ഫ്ലവറിനെ വെക്കാം. ഫ്ലവർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്ലവറിലേക്ക് ഫോക്കസ് ചെയ്ത് ഫ്ലവറിലേക്ക് നമ്മൾ ഈ ഫിംഗർ ഉപയോഗിച്ച് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഫ്ലവർ നമുക്കത് വ്യക്തമായി കാണാവുന്നതാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ബെറലായിട്ട് കാണാവുന്നതാണ്. പക്ഷേ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോസാണ് നമുക്ക് ബെറലായിട്ട് കിട്ടണതെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയൊരു സാധനം ക്യാമറയുടെ ഒരു ചെറിയൊരു കോർണറിൽ മാത്രം വെച്ച് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വലിയ വ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബെറലായിട്ട് കിട്ടാവുന്നതുമാണ്. മൂന്നാമത്തെ ടിപ്സ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പലരും പലതരത്തിലുള്ള ഒരു പബ്ലിക് പ്ലേസിനായിട്ട് പല വീഡിയോസുകൾ റെക്കോർഡ് ചെയ്യാൻ പോകാറുണ്ട്. ആ വീഡിയോസ് റെക്കോർഡ് ചെയ്ത സമയത്ത് മൊബൈൽ പിടിച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്പീഡിൽ എല്ലാ ഭാഗവും റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ച് അവർ റെക്കോർഡ് ചെയ്യാറുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് പിന്നീട് അതിൻ്റെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്ലൈഡ് ചെയ്തിട്ട് മെല്ലെ സ്ലോയിൽ അതിൻ്റെ വീഡിയോസ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാനുള്ള ആ ഒരു വ്യൂസിൻ്റെ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. ആ രണ്ട് വ്യത്യാസം നമുക്ക് ഇപ്പം വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. അവിടെ തന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങളെടുക്കുന്ന വീഡിയോസ് എപ്പോഴും നിങ്ങളങ്ങനെ മൂവ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ലൈഡ് ചെയ്ത് സ്ലോയിൽ നിങ്ങൾ പോകണം. അല്ലാണ്ട് ഇങ്ങനെ ആക്കിയിട്ട് വീഡിയോ എടുക്കാതെ ജസ്റ്റ് അത് പിടിച്ചത് നല്ലതായിട്ട് സ്ലൈഡ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുക. നമ്മളിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 3 എഫക്റ്റുകളാണ്, 3 ടൈപ്പിൽ നമ്മുടെ വീഡിയോസ് ബേസിക്കായിട്ട് നമ്മളൊരു വീഡിയോ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ബേസിക്കായി അറിയേണ്ട ഒരു 3 ടിപ്സുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് ടിപ്സുകൾ അതിലുണ്ട്, വീഡിയോസിലുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോസിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിക്കാത്തത് കൊണ്ട് നമുക്ക് അതിനായിട്ട് മറ്റൊരു വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെയായിട്ട് ഉള്ള ഈ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചേക്ക്. അഥവാ എന്തെങ്കിലും അതിൽ മാറ്റം ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇൻഫോം ചെയ്യുക. കാരണം അതിനുകൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അതിൻ്റെ അതിനനുസരിച്ച് നമ്മളത് മാറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഇതുവരെയായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്, താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പബ്ലിക് പ്ലേസായ ഒരു പാർക്കിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ കുറച്ച് വോയിസൊക്കെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കാണാവുന്നതുമാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ആയിഷക്കുട്ടിക്ക് അവിടുന്ന് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ ഒരു പാട്ടൊക്കെ പാടി, ഒന്ന് ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ആ ഒരു പാട്ടും കൂടി ഞാൻ ഇതിനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തതായി പാടാൻ പോകുന്നത് ആയിഷു.
ഹബീബിനെ പോലൊരു ജന്മം അനന്തനാന പവാപം ആയിരം ചോയിൽ മുന്തിച്ചൊതിച്ചാലോ ആവില്ല നൂറ് ചെയ്നാലോ പ്രതീക്ഷയില്ല മരുവിലെ പ്രകാശ വന്ന് നൂറിലെ പ്രപഞ്ചമുണ്ടെങ്കിൽ നൂറിൽ